ധർമ്മസ്ഥല കേസ് SIT അന്വേഷണം തുടരുന്നു. ശുചീകരണ തൊഴിലാളി ചിന്നയെ എത്തിച്ച് ആക്ഷൻ കമ്മിറ്റി നേതാവിന്റെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി. ഇയാളുടെ വീട്ടിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസ് കണ്ടെടുത്തു. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് പരിശോധന. ശുചീകരണ തൊഴിലാളി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ധർമ്മസ്ഥല കേസിൽ കൂടുതൽ പരിശോധനയിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ ഏതു തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? വിവരങ്ങൾ. ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തൽ കേസിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം കടന്നിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുണ്ട് എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതിലാണ് ഇപ്പോൾ SIT അന്വേഷണം അതുപോലെ തന്നെ പരിശോധനയും ശക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആക്ഷൻ കമ്മിറ്റി, സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയും നേതാവുമായിട്ടുള്ള മഹേഷ് ഷെട്ടി തിമറോഡിയുടെ ഉജിരയിലെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. ഇവിടെ ശുചീകരണ തൊഴിലാളി 2 മാസത്തോളം തങ്ങിയിരുന്നു എന്നാണ് SIT സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇവിടുന്ന് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത്. ഈ CCTV ദൃശ്യങ്ങളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും ഈ അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ശുചീകരണ തൊഴിലാളി ചിന്നെ ഉപയോഗിച്ചിരുന്ന 6ഓളം ഫോണുകളും ഇപ്പോൾ SIT സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് വിദഗ്ധമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ ധർമ്മസ്ഥലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രത്തെ ഇത്തരത്തിൽ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള ഒരു പരിശോധനയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയും നേതാവുമായ മഹേഷ് ഷെട്ടിയുടെ വീട്ടിൽ ഇന്നലെ മണിക്കൂറുകളോളം നീണ്ട പരിശോധനയാണ് നടത്തിയത്. നിർണായക വിവരങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഹേഷ് ഷെട്ടി തിമറോഡി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു. ഇതിനിടയിലാണ് ഈ ശുചീകരണ തൊഴിലാളിയും സുജാത ഭട്ടും മൊഴി മാറ്റി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഈ മഹേഷ് ഷെട്ടി തിമറോഡി ഈ ഭാഗത്തേക്ക് ജാമ്യം ലഭിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഇവർ വീണ്ടും മൊഴി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ SIT സംഘം വിശദമായ ചോദ്യം ചെയ്യലിന് ഇരുവരെയും വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മൊഴിയിൽ വിവിധ പൊരുത്തക്കേടുകളും കണ്ടെത്തുകയുണ്ടായി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ എതിർഭാഗത്തിന്റെ വാദങ്ങൾ കൂടി പരിഗണിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. നിർണായക തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൽ ഏറ്റവും നിർണായകം ശുചീകരണ തൊഴിലാളിയുടെ 6ഓളം മൊബൈൽ ഫോണുകൾ ഇപ്പോൾ വിദഗ്ധമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. മാത്രമല്ല 10 ദിവസം കൂടി ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിൽ തന്നെ തുടരും. കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് SIT സംഘം ശുചീകരണ തൊഴിലാളിയായ CN ചിന്നയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ 10 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിട്ടുള്ളത്. ഈ 10 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയെ ഈ ധർമ്മസ്ഥലയിലെ ഉജിരയിലെ മഹേഷ് ഷെട്ടി തിമറോഡിയുടെ വീട്ടിലെത്തിച്ച് പരിശോധന നടത്തിയത്. ഇവിടെ നിന്ന് കൂടുതൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയായിരുന്ന വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ പോലീസ് സന്നാഹമാണ് ഈ പരിശോധനയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. SIT അംഗം തന്നെയാണ് ഇതിൽ നേതൃത്വം നൽകിയിട്ടുള്ളതും. നിർണായകമായ വിവരങ്ങളും തെളിവുകളും കണ്ടെത്താനായി എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർത്തു, ശരി. ധർമ്മസ്ഥല കേസായി SIT അന്വേഷണം തുടരുകയാണ്. ശുചീകരണ തൊഴിലാളി ചിന്നയെ എത്തിച്ച് ആക്ഷൻ കമ്മിറ്റി നേതാവിന്റെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് നടത്തിയത്. ഇയാളുടെ വീട്ടിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളാണ് പോലീസ് കണ്ടെടുത്തത്. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. ശുചീകരണ തൊഴിലാളി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.